ഈ കടക്കാരനൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് നമുക്ക് അയാളോട് തന്നെ ചോദിച്ചറിയാം. എന്തോ ഇയാളുടെ പ്രശ്നം എന്തോ? വിലക്കുറവോ? എന്ത് വിലക്കുറവ്? ആണോ? ഒന്നത് കാണണമല്ലോ. ഇതിന്റെ വില എത്ര? 350 രൂപയുടെ ഡാർക്ക് ഫാൻസി ബിസ്ക്കറ്റ് 200 രൂപയാണ്. ഒന്ന് കാണിച്ചറാവോ? MRP ആണോ? MRP 350 രൂപയുടെ 200 രൂപ വിലയുള്ളൂ. 350. ഇത് ഒറിജിനൽ ആണോ ഡാർക്ക് ഫാൻസി? ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റിനോ? ഗുഡ് ഡേ 320 രൂപയുടെ സാധനം 190 രൂപ. 190 രൂപ 320 രൂപയുടെ ഗുഡ് ഡേയുടെ ഫാമിലി പാക്ക് 190 രൂപ. അതിന്റെ MRP ഒന്ന് കാണിച്ച്. 320. അങ്ങനെയാണെങ്കിൽ ഈ ബിസ്ക്കറ്റോ? ഇത് 320 രൂപയുടെ ബിസ്ക്കറ്റ് 190 രൂപ. പാർലയുടെ ബിസ്ക്കറ്റ് 190 രൂപ. ഇതൊക്കെ ഒറിജിനൽ തന്നെയാണോ? ഇയാള് ഒറിജിനൽ പാർലേ ആണോ? അല്ല, ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും? അത് കമ്പനി ഓഫറാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും വേണ്ടേ? മതി. നമ്മളൊരു 5 രൂപ ലാഭം എടുക്കുന്നത്. 5 രൂപ. അതേത് ബിസ്ക്കറ്റാ? ബ്രിട്ടാനിയ പ്യൂർ മാജി. അതിനോ? ഇത് 170 രൂപയുടെ സാധനം 100 രൂപ. 100 രൂപയ്ക്ക്. അപ്പോൾ ഭയങ്കര ലാഭമാണല്ലോ. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം പകുതി വിലയുള്ളൂ. വലിയ ബിസ്ക്കറ്റുകൾക്കെല്ലാം പകുതി വിലയുള്ളൂ. വലിയ ബിസ്ക്കറ്റുകൾ. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരുപാട് മിനറൽ വാട്ടർ ഇരിക്കുന്നു. ഈ മിനറൽ വാട്ടറിന് എത്ര രൂപ? മിനറൽ വാട്ടർ ഒരെണ്ണത്തിന് 9 രൂപ വിലയുള്ളൂ. 9 രൂപ ഒരു മിനറൽ വാട്ടറിന്? 9 രൂപ. എല്ലാ മിനറൽ വാട്ടറും 9 രൂപ. ലഹറിന്റെ സോഡ ഇതിനെത്ര രൂപ? 15 രൂപയുള്ളൂ. 3/4 ലിറ്റർ. ഇത് സാധാരണ എത്ര രൂപ കൊടുക്കുന്നത്? 20 രൂപ. 15 രൂപയ്ക്ക് ബോൺ ബിസ്ക്കറ്റ്. ഇതിനെത്ര? ബ്രിട്ടാനിയുടെ ബോർബോണ്. ഇതിനെത്ര? 60 രൂപയുടെ സാധനം 100 രൂപ. 160 രൂപയുടെ 100 രൂപയ്ക്ക്. ബിസ്ക്കറ്റിന് എന്താ വില? ഓറിയോ 165 രൂപയുടെ ബിസ്ക്കറ്റ് 90 രൂപ. 165. മറ്റുള്ള കടകളിൽ 165 രൂപ. 90 രൂപയുള്ളൂ. അങ്ങനെ ഈ പറയുന്ന എല്ലാ ഐറ്റംസിനും വില കുറവാണ്. ഈ 90 രൂപയുടെ സാധനം 70 രൂപ. 70 രൂപയ്ക്ക്. 70 രൂപ. ചിപ്സ് ഐറ്റംസ് ഇതോ? 1/2 കിലോ മിച്ചർ കൈരളിയുടെ കമ്പനി ബിസ്ക്കറ്റ് മിച്ചർ 130 രൂപയുടെ സാധനം 80 രൂപ. 130 രൂപയുടെ സാധനം 80 രൂപ. പുറത്തെ കടകളിലെല്ലാം ഉണ്ട്. ചിപ്സ് ഇല്ലേ? ചിപ്സ് ഇതെല്ലാം പകുതി വില. 50 രൂപയുടെ സാധനം 30 രൂപ. 50 രൂപയുടെ സാധനം 30 രൂപ. അപ്പം നാരങ്ങ വെള്ളവും ജ്യൂസും എല്ലാം ഉണ്ട്. സോഡാ സർബത്ത് 10 രൂപ. സോഡാ സർബത്ത് 10 രൂപ. 10 രൂപ. പണ്ടൊരു സോഡാ സർബത്തിന്റെ വീഡിയോ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ്. അപ്പൊ ഈ ഷാർജ ജ്യൂസിനൊക്കെ എത്ര? ഷാർജ ജ്യൂസ് ഐസ്ക്രീം ടൂറ്റി ഫ്രൂട്ടി ഒക്കെ ഇട്ടത് 30 രൂപ. പിന്നെ പൈനാപ്പിൾ ജ്യൂസ് 30 രൂപ. തണ്ണിമത്തൻ 20 രൂപ. കുക്കുംബർ 20 രൂപ. ബീട്രൂട്ട് 20 രൂപ. ക്യാരറ്റ് 30 രൂപ. ഇതിനെല്ലാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഇരിക്കുന്നത് പഫ്സ്, സമൂസ, സീക്ന. പഫ്സ് ഇല്ലെന്ന് തോന്നുന്നു. സമൂസ, സീക്നൊക്കെ. സമൂസയൊക്കെ എത്ര? 7 രൂപ. 7 രൂപ. ഉഴുന്നുവട 7 രൂപ. ലഡു 7 രൂപ. പുറത്തെ കടകളിൽ കൊടുക്കാൻ വില കുറച്ചാണ് സാധനം കൊടുത്തോണ്ടിരിക്കുന്നത്. ഭയങ്കര വില കുറവാണ്. ആണോ? സീനൊക്കെ പുറത്തെ കട 15 രൂപ. ഇവിടെ 10 രൂപയുള്ളൂ. സമൂസ 10. ഈ പൈനാപ്പിളൊക്കെ എങ്ങനെ ഇത്രയും തൂക്കി ഇട്ടേക്കുന്നത് ഇവിടെ ഇങ്ങനെ? സാധാരണ പൈനാപ്പിളൊക്കെ നമ്മൾ തോട്ടത്തിൽ പോയി നേരിട്ട് എടുക്കുക. എന്നിട്ട് വില കുറച്ച് കൊടുക്കുക. എന്തോ ലാഭം ഉണ്ട്? താങ്കളുടെ ലാഭം എന്തിനകത്ത്? 2 രൂപ 3 രൂപ ലാഭത്തിനാണ് കൊടുക്കുന്നത്. നമുക്ക് ജീവിക്കാൻ 300 രൂപ മതി ഒരു കുടുംബത്തിന്. അപ്പൊ ഇതാണ് നാട്ടുകാർ മൊത്തം പറയുന്നത് താങ്കൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ കട വരുന്നത് കറ്റാണം ഗാനം തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് സലാ ബേക്കറി. അവിടെയാണ്. എല്ലാവരും നേരിട്ട് വന്നോളൂ.